എനിക്ക് നിന്നെ കാണുമ്പോ നല്ല അഭിമാനം തോന്നുന്നു അഖിൽ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നീ ചെയ്തോണ്ടിരിക്കയാണ്. നിന്റെ സ്പീഡ്, നിന്റെ ധൈര്യം എല്ലാം ആലോചിച്ച് നോക്കുമ്പോ ഇത് നീ തന്നെയാണോ എന്ന് സംശയം തോന്നുന്നു. നിനക്കുണ്ടായ ഈ മാറ്റം നമ്മുടെ ബേബിക്ക് വേണ്ടിയാണല്ലേ? ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ നീ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്? ഇവൾ അടങ്ങി എനിക്കൊന്നും തോന്നുന്നില്ല. ഓരോ പ്രാവശ്യം ഇല്ലാത്ത കുഞ്ഞിനെ പറ്റി എന്തിനാ ഇവളിങ്ങനെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കുന്നേ? അതെ കാർത്തിക, മുൻപ് നീ കണ്ട ആളല്ല ഇപ്പൊ ഞാൻ. നമ്മുടെ ബേബിയാ എന്നിൽ ഈ മാറ്റം ഉണ്ടാക്കിയത്. ഇത്രയും നാളായിട്ടും എനിക്ക് വേണ്ടിയും പിന്നെ നിനക്ക് വേണ്ടിയും എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാർത്തിക. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും എന്തെങ്കിലും കരുതണമെന്ന് തോന്നി എനിക്ക്. അതുകൊണ്ടാ ധൈര്യമായിട്ട് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത്. ഇല്ലാത്ത കുഞ്ഞിനോർത്ത് ഇവൻ ആശിക്കുകയാണല്ലോ. എന്തെങ്കിലും ഈ രഹസ്യം പുറത്തറിഞ്ഞാ ഞങ്ങൾ എടുത്ത പ്ലാനൊക്കെ തകരും. 9 മാസം കഴിയുമ്പോ നമ്മുടെ കുഞ്ഞ് ജനിക്കുമല്ലോ. അപ്പൊ ഞാൻ ആരാണെന്ന് പ്രൂവ് ചെയ്യണം. നിന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞ് ഓരോ ദിവസവും വളരുന്നത് പോലെ ഞാനും ഓരോ ദിവസവും ഡെവലപ്പായിക്കൊണ്ടിരിക്കും. ആവശ്യമില്ലാതെ ഞാൻ കുഞ്ഞിനെ പറ്റി പറഞ്ഞല്ലോ. എന്റെ നാക്ക് ചുമ്മാ ഇരിക്കില്ല. അഖിൽ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈവന്റിന്റെ കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഈവന്റിനെ പറ്റി തന്നെ നിന്നോട് സംസാരിക്കാൻ വന്നേ. ഇത്രയും നാൾ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് പോട്ടേന്ന് വെക്കാം. സോറി ഏട്ടാ. ഏട്ടൻ സ്വന്തമായിട്ട് ഈവന്റ് ചെയ്യാനായി ഒരുപാട് സമയമെടുത്തു. ഏട്ടന്റെ പ്രായം വരെ കാത്തിരിക്കാൻ എന്നെ കൊണ്ട് ഒരിക്കലും ആവില്ല. എന്തിനാ അഖിൽ ഇത്രയധികം തിടുക്കം? ഇതുവരെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഏടത്തിയുടെയും ഭാസ്കരേട്ടന്റെയും കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളും ഉണ്ടായി. അപ്പൊ അബിയേട്ടന്റെ ആദ്യ മാരേജ് പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനും ചെറുതായിരുന്നു. അതുകൊണ്ട് അബിയേട്ടൻ കൂട്ടു ബിസിനസ്സില് കുടുംബത്തിന് വേണ്ടി കാശ് ചെലവഴിച്ചത്. എന്നാ ഇപ്പൊ എല്ലാം തന്നെ മാറിപ്പോയി ഏട്ടാ. എന്തു പറ്റിയടാ? പുതുതായിട്ട് എന്താ ഉണ്ടായത്? അബിയേട്ടന്റെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളും ഉണ്ടായി. എന്റെയും മാരേജ് കഴിഞ്ഞു. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു. ഇങ്ങനെ നിന്റേത് എന്റേതെന്നൊക്കെ നിന്റെ മനസ്സിൽ എന്തോന്നിലാണ് ചിന്ത ഉണ്ടായത്? അന്നൊരു ദിവസം ഏടത്തിക്ക് ഏട്ടൻ നെക്ലസ് വാങ്ങിക്കൊടുത്തു. അത് ഓർമ്മയുണ്ടോ ഏട്ടന്? ഞാൻ ചെയ്ത ഇവന്റില് നിറയെ കാശ് കിട്ടിയായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ വാങ്ങിക്കൊടുത്താടാ. എനിക്കും കാർത്തിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല ഏട്ടാ. അവള് വാ തുറന്ന് ചോദിക്കുന്നതിന് മുന്നേ എനിക്ക് വാങ്ങിക്കൊടുക്കണം. എന്നാ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ. ഒന്നിനും കൊള്ളാത്ത ഒരു നാണം കെട്ടവനായി
തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. എനിക്ക് നിങ്ങളെപ്പോലെ സ്വന്തമായിട്ട് സമ്പാദ്യം ഉണ്ടായിരുന്നെങ്കിൽ, ഞാനും ഏട്ടനെ പോലെയും അഭിയേട്ടനെ പോലെയും ഈവൻസ് ചെയ്യാൻ പ്രാപ്തനായിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ ഒരിക്കലും ഉണ്ടാവുമായിരുന്നില്ല. നീ അങ്ങനെയൊന്നും വിചാരിക്കരുത് അഖിൽ. അന്ന് അഭിയന്തോ ദേഷ്യത്തില് അഭിയേട്ടൻ അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഏടത്തി. തെറ്റ് എന്റെ ഭാഗത്തായിരുന്നു. സമ്പാദിക്കണമെന്നുള്ള ഉത്തരവാദിത്വം എനിക്ക് ഇല്ലാതിരുന്നതുകൊണ്ട് ചിലവാക്കാനുള്ള അർഹതയും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഇതുവരെ നോക്കിയത് അഭിയാണെന്ന് നീ മറന്നുപോയില്ലേ? ഓർമ്മയുണ്ട് ഏട്ടാ. അതുകൊണ്ടാ ഇനി മുതൽ അങ്ങോട്ട് ഞാനും കൂടി ഈ ഭാരത്തെ ചുമക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നീ ഇപ്പൊ തലയിലെടുക്കാൻ പോകുന്നത് നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ഭാരമാടാ. അത് സാരമില്ല ഏട്ടാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞാൻ നിന്റെ ഏട്ടത്തിയെ പറയുന്നത് അഖിൽ. അമ്മ കഴിഞ്ഞ പിന്നെ ഞാനാണ് ആ സ്ഥാനത്ത്. ഞാൻ പറയുന്നത് കേൾക്ക്. ഏടത്തിയോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. അതൊരിക്കലും വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എന്നാ ഇപ്പൊ എനിക്ക് ഏടത്തിയുടെ വാക്ക് അനുസരിക്കാൻ പറ്റില്ല. എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണം. ഓൾ ദി ബെസ്റ്റ് ഡാ മോനെ അഖിൽ. ഇത്രയും നാളെ ഞാൻ സ്വന്തമായിട്ട് ഈവന്റ് ചെയ്യാത്തതിന് കാരണം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഭയമായിരുന്നടാ. വസുവാണ് എന്റെ ആ ഭയം മാറ്റി എനിക്ക് ധൈര്യം നൽകിയത്. നിനക്ക് നല്ലത് പറയണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നല്ല കെയർഫുൾ ആയിട്ടിരിക്കെ. എനിക്ക് ഒപ്പിക്കാൻ നല്ല ടെൻഷനുണ്ട്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനും വസു ഉണ്ടാവുമെന്ന കാര്യം നീ മറക്കരുത് അഖിൽ. നീ ജീവിതത്തിൽ മുന്നേറുമ്പോൾ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാവുമെന്ന് നീ എപ്പോഴും ഓർക്കണം. അയ്യോ, ഒരു വലിയ മഴ പെയ്ത് തോർന്നതുപോലെയുണ്ട്. ഭാവന എടുത്തേടെയും ഭാസ്കരേട്ടന്റെയും വാക്ക് കേട്ട് അഖിലിന്റെ മനസ്സ് മാറുമെന്ന് ഞാൻ സംശയിച്ചു. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയേ. എന്നാ അഖിൽ ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നേ. ഞാൻ കരുതി അഭിയും വസുവും വന്ന് അഖിലിനോട് ഇതിനെപ്പറ്റി സംസാരിക്കൂന്ന്. അതിരിക്കട്ടെ ആന്റി, അപ്പൊ അമ്മയുടെ മുമ്പ് വെച്ച് അഖിലിനെ സപ്പോർട്ട് ചെയ്യാതെ വസുവേട്ടത്തിയോട് എന്തിനാ ദേഷ്യം കാണിച്ചേ? അതിനൊരു കാരണമുണ്ടടി. നിന്റെ അമ്മായിയുടെ കയ്യിൽ നിന്ന് വസുവിന് നല്ലൊരു വഴക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഏട്ടത്തിയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാ, നമുക്ക് ചെന്ന് പറയാം. വാ വാ. നീ ഇവിടെ നിന്ന് നീ അങ്ങോട്ട് മാറി നിന്നോ. പൊക്കോ പൊക്കോ. എന്താ എടുത്തിയത്? ആ വസു കാണിച്ചത് കണ്ടില്ലേ? ഏട്ടത്തി വസുവിന് എന്തുമാത്രം വിശ്വസിച്ചതാ, എത്ര സ്നേഹിച്ചതാ. നമ്മുടെ വീടിനെ രക്ഷിച്ചു എന്നും പറഞ്ഞ് ഏട്ടത്തി വസുവിനെ ഒരുപാട് സ്നേഹിച്ചു. അതൊരവസരമായി കണ്ട് ആ വസു ഈ വീടിനെ ഛിന്നഭിന്നാക്കാൻ നോക്കുക.
പാമ്പിനെ എടുത്ത് തലയിൽ വെച്ചാ അതതിന്റെ തനിക്കുണം കാണിക്കാതിരിക്കില്ല. അതുപോലെയാ വസുവിനെ തലയിലെടുത്ത് വെച്ചത്. ഇപ്പൊ ഏട്ടത്തിക്ക് തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ? അന്ന് ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് ഏട്ടത്തിയെ അപമാനിച്ചു. അറസ്റ്റായി അവള് പോലീസ് സ്റ്റേഷനിലും കയറി. വീടിന്റെ അഭിമാനമേ പോയി. ഇപ്പോഴാണെങ്കി ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത അഖിലിനെ ഇളക്കി വിട്ട് സ്വന്തമായിട്ട് ഇവന്റ്സ് ചെയ്യാൻ ഉപദേശിച്ചിരിക്കുക. അപ്പോ അഖിലിനെല്ലാം നഷ്ടപ്പെട്ട് അഭിയുടെ കയ്യിൽ നിന്ന് വഴക്കും വാങ്ങി അഖിൽ ഒന്നിനു കൊള്ളാത്തവനാണ്, ഒരു ജോലി അറിയാത്തവനാണെന്നും ചേട്ടന്മാരുടെ സമ്പാദ്യത്തിലാണ് ജീവിക്കുന്നതെന്നും മുദ്ര കുത്തി ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ അവളുടെ പ്ലാൻ എടുത്തി. അതാണോ ഏട്ടത്തി അവളുടെ ലക്ഷ്യം? അങ്ങനെയല്ലെങ്കിൽ അഖില് സ്വന്തമായിട്ട് ഇവന്റ് ഒക്കെ ചെയ്ത് ജീവിതത്തിൽ മുന്നേറണമെന്നും പ്രശസ്തി കിട്ടണമെന്നും വസു എന്തിനാ ആഗ്രഹിക്കുന്നത് ഏടത്തി? അവൾ എപ്പോ നോക്കിയാലും സ്വന്തം മോനെ കുറിച്ച് ആലോചിക്കുന്ന അല്ലാതെ അനിയനെ കുറിച്ച് എന്തിനാ ആലോചിക്കുന്നേ? സത്യത്തിൽ വസു അങ്ങനെയാണോ ആലോചിക്കുന്നത്? അതേ ഏടത്തി, ഇനിയൊരു സത്യം പറയുകയാണെങ്കിൽ ആ വസു ഈ വീടിനെ 3 കഷ്ണാക്കാനാ ആഗ്രഹിക്കുന്നേ. രാമലക്ഷ്മണന്മാരെ പോലുള്ള സഹോദരങ്ങളെ വേർപിരിക്കാൻ നോക്കുക. ഈ വീട്ടിൽ അഭിയൊരുത്തനാണ് സമ്പാദിക്കുന്നെന്നുള്ള കാരണത്താൽ തന്റെ ഭർത്താവിന്റെ സമ്പാദ്യം എല്ലാവർക്കും എന്തിനു കൊടുക്കുന്നു എന്നാ അവളുടെ മനസ്സിലിരിക്കും. സഹോദരങ്ങളെ പിരിച്ച എല്ലാ സമ്പാദ്യം തനിക്ക് കിട്ടില്ലോ എന്നുള്ള ആർത്തി അവക്ക്. അന്ന് 50,000 രൂപയ്ക്ക് വേണ്ടി അഭി അഖിലിനെ വഴക്ക് പറഞ്ഞതും വസുവിന്റെ പ്ലാൻ തന്നെ ആയിരിക്കും എടുത്തി. ഒരു വശത്ത് അഖിലിനെ ഇളക്കി വിട്ടിട്ട് മറുവശത്ത് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക. ഏട്ടത്തി കണ്ടോ, എന്നെങ്കിലും ഒരിക്കൽ ഭാസ്കറിനും ഇതുപോലൊരു പണി കൊടുക്കും. അതെ, എന്താന്നറിയോ, ഭാസ്കറിന്റെ മോക്ക് കല്യാണപ്രായായില്ലേ? പ്രായമായ മകൾക്ക് വേണ്ടി കുടുംബസ്വത്തുനിന്ന് ചെലവാക്കേണ്ടി വരില്ലേ എടുത്തി? അത് ചിലപ്പോ വസുവിന് ഇഷ്ടമില്ലായിരിക്കും. എക്സ്പീരിയൻസ് ഇല്ലാത്ത അഖില് പോലും ഇവന്റ്സിൽ നഷ്ടം വന്ന് അഭിയുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ കാർത്തികയും കൂട്ടിക്കൊണ്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകും. അതിനുശേഷം ഏട്ടത്തിയെ ഏട്ടനെയും പിന്നെ എന്നെയും ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ചേർക്കും. അവളും അവളുടെ മോനും അഭിയുടെ കുട്ടികളും ചേർന്ന് ഈ വീട്ടിലെ കാലുമ കാലും വെച്ച് ഇരിക്കണമെന്നാ അവളുടെ ആഗ്രഹം. അതാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ ചുമ്മാതിരിക്കുവോ? അങ്ങനെയൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇപ്പോഴേ ഏടത്തിയോട് പറയുന്നേ. വസുവിന്റെ മേലെ എപ്പോഴും ഒരു കണ്ണു വേണോന്നാ ഞാൻ മുമ്പേ തന്നെ വാണിംഗ് തരുന്നത്. എന്താന്നറിയില്ല ഏടത്തി, ഈ വീട് തുണ്ടം തുണ്ടാവുന്നത് എന്തോ എന്റെ നെഞ്ച് തുണ്ടം തുണ്ടാവുന്ന പോലെയാ തോന്നേ. ഈ വീടിനെ എന്റെ ഹൃദയത്തെയും ഒന്നായി കാണാൻ ഏട്ടത്തി വിചാരിച്ചാലേ നടക്കൂ. ഞാൻ പോട്ടെ എടുത്തി, എടുത്തി നന്നായി ആലോചിക്കും. നിങ്ങൾ സൂപ്പറാണ് ആന്റി. സത്യത്തിൽ അമ്മയുടെ ചെവിയില് തിളയ്ക്കുന്ന എണ്ണ ഒഴിക്കുന്നത് പോലെ തോന്നി. ഈ ഒരു ഒറ്റ കാരണം മതി അമ്മ വസുവേട്ടത്തിയെ ഒതുക്കൂന്നുള്ളത് കൺഫേം. ആ, അതിനല്ലേ ഞാൻ പറഞ്ഞത്. കൊറേ ദിവസമായിട്ട് വസുവിനെ കൊടുക്കാൻ പറ്റിയത് ഇന്നാ. ഈ വീട് നാശമായ നിന്റെ അമ്മായിക്ക് സഹിക്കാൻ പറ്റില്ല. അതിന് കാരണമായ വസുവിനെ വെറുതെ വിടില്ല. ഈ പ്ലാൻ കാരണം അഖിലിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? അതൊക്കെ നോക്കാനായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ. നിന്നെ അഖിലിനെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കും, ആ വസുവിനെ നരകത്തിലേക്കും അയക്കും. പടി വാ. കീർത്തി, ഞാനും ഏട്ടനും അഖിലിനോട് സംസാരിച്ചു വസു.
അഖിൽ ഞങ്ങളുടെ വാക്കുകൾ കേട്ടതേയില്ല. സ്വന്തമായി ഇവന്റ് ചെയ്യണമെന്ന് പിടിവാശിയിലിരിക്കുക. സ്വന്തം കാലിൽ നിന്ന് ജീവിച്ച് മുന്നേറണമെന്ന് ഞാൻ അഖിലിനോട് പറഞ്ഞൊരു വാക്കിന്റെ പുറത്ത് ഈ വീടിനുള്ളിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ചേച്ചി. നീ അഖിലിന് നല്ലതിനു വേണ്ടിയല്ലേ പറഞ്ഞത്? സുമംഗലി ഇളയമയും കാർത്തികയും ചേർന്ന് അഖിലിനോട് വേറെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. നീ എന്തായാലും വിഷമിക്കണ്ട വസു. നീ നിന്റെ കാര്യം മാത്രം ആലോചിക്കേ. നിങ്ങൾ വന്നോ? പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ പാലെടുത്ത് വെക്കാം. ഓക്കെ അമ്മേ. ഓക്കെ അമ്മേ. കാർത്തിക ചെറിയമ്മ വളരെ ആക്റ്റീവ് ആണല്ലേ ചേട്ടാ? ശരിയാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞനുജനോ കുഞ്ഞനിയത്തിയോ വരാൻ പോവല്ലേ? അനിയനായിരിക്കോ അതോ അനിയത്തിയായിരിക്കോ? അതെങ്ങനെ നമുക്കറിയാൻ പറ്റുന്നേ? വയറ്റിലുള്ള കുഞ്ഞിനെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ അല്ലേ? സ്കാനിങ് ചെയ്താ അറിയാൻ കഴിയും. ആരാ പറഞ്ഞത്? എന്റെ ഫ്രണ്ട് ബിന്ദുവിന്റെ അമ്മ പ്രഗ്നന്റാ. സ്കാനിങ് ചെയ്തപ്പോ വയറ്റിലുള്ള ബേബിയെ അവള് കണ്ടുന്ന്. അങ്ങനെയാണോ അനു? നമ്മുടെ ചെറിയമ്മയ്ക്കും സ്കാനിങ് ചെയ്ത് നോക്കിയാ നമുക്കും കാണാൻ കഴിയില്ലേട്ടാ. നമ്മളെങ്ങനെയാ ചെറിയമ്മയെ കൂടി കൊണ്ടുപോയി സ്കാൻ ചെയ്യുന്നത്? നമ്മള് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അന്ന് ചെറിയമ്മയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശി എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നില്ലേ? അപ്പൊ സ്കാനിങ് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. ചെയ്തിട്ടുണ്ടാവോ എന്തോ? ചെറിയമ്മയുടെ മുറിയിൽ അതുണ്ടാവും. നമുക്ക് പോയി നോക്കാം. വേണ്ട അനു, അങ്ങനെ നോക്കാൻ പാടില്ല. തെറ്റാ. എന്താ തെറ്റ്? നമ്മളൊന്നും മോഷ്ടിക്കാനല്ലല്ലോ മുറിയിൽ പോകുന്നത്, ബേബിയെ കാണാനല്ലേ പോകുന്നത്. എനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട്. പോയി കാണാൻ ചേട്ടാ. ശരി, ആദ്യം ഫ്രഷ് ആയിട്ട് വരാം. കാർത്തികേ, അഖിലെവിടെ? ഈവന്റിന്റെ കാര്യത്തിന് പുറത്തേക്ക് പോയിരിക്കുക. ഓ, ചുരുക്കത്തില് അവൻ ആരുടെയും വാക്ക് കേൾക്കാതെ ജോലി ചെയ്യാൻ തുടങ്ങി. നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? വരൂ ആന്റി, എന്റെ മുറിയിൽ പോയിരുന്ന് നമുക്ക് ജ്യൂസ് കുടിക്കാം. നമുക്ക് രണ്ടുപേർക്ക് ചേർന്ന് കുടിക്കാം. ശരി ആന്റി. അനു, നീ പോയി കണ്ടുപിടിക്ക്. ഞാൻ പുറത്തു പോയി ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. പെട്ടെന്ന് നോക്കനു. റിപ്പോർട്ട്സ് കിട്ടി. അതീ തന്നെ. എന്റെ മുറിയിൽ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? അത് ചെറിയമ്മേ, അത് പിന്നെ എന്താടാ നിന്റെ കയ്യിലെന്തോ ഒളിച്ചു വെച്ചിരിക്കുന്നേ? ഒന്നുമില്ല അമ്മമ്മേ. അവൻ എന്തോ ഒളിച്ചു വെച്ചിരിക്കാ, നോക്ക്. നിന്റെ കയ്യിലുള്ളത് എന്താന്ന് കാണിക്കുക. ഒന്നുമില്ല ചെറിയമ്മേ.
ഇങ്ങെടുക്ക്. വേണ്ട ചെറിയമ്മ. എന്താടി ഇത്? ഹോസ്പിറ്റലിൽ ഡോക്ടർ എടുത്ത എന്റെ ടെസ്റ്റ് റിപ്പോർട്ട്സ് ആണ് ആന്റി. ഇതെന്തിനാണ് നീ എടുത്തേ? അത് ചെറിയമ്മയുടെ വയറ്റില് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നിയിട്ടാ അമ്മമ്മേ. എന്തു പറ്റി? എന്തിനാ കുട്ടികൾ നിന്റെ മുറിയിലേക്ക് വന്നത്? ഈ ഉണ്ണി കാണിച്ച കുരുത്തക്കേട് കണ്ടോ എടുത്തി? കള്ളന്മാരെ പോലെ റൂമിൽ വന്ന്